ദർശ് ബേബി, ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂർക്ക് പോവാണ്. ദർശ് ബേബിയുടെ ചോറൂണിന് പോവാണ്. നമ്മൾ കുറേ പേരുണ്ട് കേട്ടോ. അമ്മമ്മ ഇവിടെ കിടന്ന് നല്ല ഉറക്കാണ്. എന്തായാലും ദർശ് ബേബി നല്ല ഹാപ്പിയാണ്. പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു. അധികം വലിയ മഴയൊന്നുമില്ല, ഒരു ചെറിയ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. വടകരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ഞാനും ആമിക്കുട്ടിയും കോഴിക്കോട് നിന്ന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് പോയപ്പോഴേക്കും ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എടുത്തപ്പോൾ ഞങ്ങൾക്കൊരു അടിപൊളി സ്പോട്ട് കിട്ടി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെയായിരുന്നു? താനൂറായിരുന്നു തോന്നി എത്തിയത്. എന്നിട്ട് ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു, ചായയൊക്കെ കുടിച്ചു, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു, മഴയൊക്കെ പെയ്ത് നല്ല ക്ലൈമറ്റായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പിന്നെ വീണ്ടും പോയത്. എടുത്തോളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ഥലം കാണാന്. ദർശി അച്ഛൻ്റെ മോനാണോ അമ്മേ? ഗുരുവായൂർ അമ്പലനടയിൽ. ഗുരുവായൂർ അമ്പലനടയിലോ? തിരിച്ചു കഴിയും അങ്ങനെ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ എത്താൻ ലേറ്റായി. അങ്ങനെ എത്തി ഞങ്ങളൊരു റൂമൊക്കെ എടുത്തു, ഞങ്ങൾ ഫ്രഷ് ആയി. ഞങ്ങൾ വീണ്ടും ഇറങ്ങി, റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ അമ്പലത്തിലൊന്നും കയറിയില്ല, ജസ്റ്റ് ഞങ്ങൾ റൗണ്ട് അടിച്ച് ചുമ്മാ
നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇത് അമ്പലക്കുളമാണ്. ഇവിടെ വന്ന വേറൊരു ഫീലാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഗുരുവായൂർ വരാറുണ്ട്. നല്ല തിരക്കായിരിക്കും. എപ്പോൾ വന്നാലും കുറേ നേരം ക്യൂ നിന്നിട്ടാണ് തൊഴാൻ പറ്റാറ്. ഇപ്പോഴേ ഇവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട്. രാവിലെ തൊഴാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴേ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. മഴയായതുകൊണ്ട് തന്നെ നമ്മൾ പിള്ളേരൊന്നും കൂട്ടിയില്ല. ചുമ്മാ അവരൊക്കെ റൂമിൽ തന്നെയാണുള്ളത്. ഇവിടെ വന്നാൽ നമുക്ക് അമ്പലത്തിൽ നിന്ന് പോകാനേ തോന്നില്ല. ഞാൻ പറഞ്ഞില്ലേ വേറൊരു ഫീലാണെന്ന്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് ചോറൂണിന് വരേണ്ടതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോയി. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ലേറ്റായി. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാനിന്ന് മോർണിംഗ് ഒരു സിനിമ കാണാൻ പോയി, ഗുരുവായൂർ അമ്പലനടയിൽ. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് കോമഡി ആയിരുന്നു. അത് കണ്ട് ഈവനിങ് ആണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരാനും പറ്റുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ എല്ലാവരും പോയി അമ്പലത്തിൽ പോയി ചോറൂണൊക്കെ കഴിഞ്ഞു. 2 മണിക്ക് പോയിട്ട് ക്യൂ ഒക്കെ നിന്നിട്ട് ഭഗവാനെ കണ്ടവരൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അങ്ങനെ
ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് നേരെ മമ്മിയൂരേക്കാണ് വന്നത്. ഞങ്ങൾ എപ്പോഴും ഗുരുവായൂർ പോയാൽ പിന്നെ മമ്മിയൂറാണ് വരുന്നത്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഞങ്ങളങ്ങനെയാണ്. ഗുരുവായൂർ പോയിട്ട് എപ്പോഴും അത് കഴിഞ്ഞാൽ മമ്മിയൂർ വരും. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരിട്ട് പോയത് കൊടുങ്ങല്ലൂരിലേക്കായിരുന്നു. എന്തൊക്കെ മഴയാണെന്ന് പറഞ്ഞാലും ഇവിടെയും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് തൊഴാനൊക്കെ പറ്റിയത്. ഇവരെല്ലാവരും പറയായിരുന്നേ, ഇവിടെ ഈ സമയത്തല്ല ഭരണിക്കാണ് വരേണ്ടത്, അപ്പോൾ നല്ല തിരക്കായിരിക്കും, അപ്പോഴാണ് ഇവിടെ ഉത്സവമൊക്കെ നടക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ. ഇതാണ് കോഴിക്കല്ല്. ഇപ്പം ഇങ്ങനെ ഉള്ള ചടങ്ങുകളൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പം ഇതൊക്കെ നിർത്തലാക്കി. ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട്. അമ്പലത്തിന് ചുറ്റും കുറേ നടക്കാനും ഒരുപാട് ഏരിയ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു കോഴിക്കല്ല് പണ്ട് നടന്നിരുന്ന ആ ഒരു നരബലിയുടെ ഒരു പ്രതീകമായിട്ടാണ് ആ കല്ലും ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പം ഇതൊന്നുമില്ല. അമ്മേനെ ചോറും കൊടുത്ത് പിന്നെ വരുന്നതിന് മുമ്പേ അഭി എന്നെ വിളിക്കുന്നു. അമ്മമ്മ പറയായിരുന്നേ, ഇവിടെ എല്ലാ വർഷവും അമ്മമ്മ തൊഴാൻ വരാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴും വരാറുണ്ട്. അപ്പം ഒരു വട്ടം വന്നപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് കൈ നോക്കുന്നവർ കുറേ പേരുണ്ടാവും. അപ്പോൾ ഒരാൾ അമ്മമ്മേൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, ഇനി നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിക്കുമെന്നും അവർക്ക് അംബിക എന്ന് പേരിടണം, ഇവിടെ വന്ന് നിങ്ങൾ ചോറ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു അടിപൊളി പായസം കിട്ടി ഇവിടുന്ന്. അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഇവിടെ കുറേ ആൽമരങ്ങളും പിന്നെ കാവൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ പറഞ്ഞല്ലോ, കുറേ ഏരിയ ഉണ്ട് നടക്കാനും നമുക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ കുറേ ഏരിയ ഒക്കെ ഉണ്ട്.
ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ടാറ്റാ.